Hello everyone, welcome back to our channel Ncert Plus. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാറ്ററിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെയാണ്. അപ്പോൾ മാറ്റേഴ്സിൻ്റെ പാർട്ടിക്കിൾസൊക്കെ മൂവിങ് ആണ്, ഓരോ മാറ്റർ ഓരോ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് നോക്കിയിട്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റും ദർ ആർ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്റർ എന്ന് പറയുന്നത് 3 സ്റ്റേറ്റുകളിലാണ് ഒക്കർ ചെയ്തിട്ടുള്ളത്. ഒന്ന് എന്താണ്, സോളിഡ് ഉണ്ട്, ഒന്ന് ലിക്വിഡ് ഉണ്ട്, ആസ് വെൽ ആസ് ഒന്ന് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഡിസ്കസ് ചെയ്യണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡ് സ്റ്റേറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി 1.9 ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ആക്ടിവിറ്റി 1.9 എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പെന്നും അതുപോലെ ബുക്ക്, ഒരു നീഡിൽ, ഒരു പീസ് ഓഫ് വുഡൻ ബ്ലോക്കോ അല്ലെങ്കിൽ വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഷേപ്പും ബൗണ്ടറീസൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളൊരു നോട്ട്ബുക്കിനകത്ത് മാർക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അതിനൊക്കെ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ, ബൗണ്ടറീസ് ഉണ്ടോ, വോളിയം ഉണ്ടോ എന്നൊക്കെ നോക്കണം. കൂടാതെ തന്നെ അത് ഹാമർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വലിച്ച് കീറുമ്പോഴോ അല്ലെങ്കിൽ അത് താഴേക്ക് ഇടുമ്പോഴോ അതിന് എന്ത് സംഭവിക്കും എന്ന് നോക്കണം. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത് അവർ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു, 2 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ മാറ്ററുകൾ തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യാൻ പറ്റുക, അവർക്ക് വേറൊരാളുടെ സഹായം കൂടാതെ ഇൻ്റർമിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഡിഫ്യൂഷൻ എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവയെ കംപ്രസ് ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കാൻ നോക്കിയിട്ട് അത് ഒതുങ്ങുന്നുണ്ടോ, കംപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 1.9. അപ്പോൾ ആക്ടിവിറ്റി 1.9 നമുക്ക് എന്ത് നോക്കാം, ഓൾ ദ എബോവ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സോളിഡ്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നീഡിൽ, പെന്ന്, ബുക്ക്, വുഡൻ ബ്ലോക്ക് എല്ലാം എന്താണ്, സോളിഡ്സ് ആണ്. വി ക്യാൻ ഒബ്സർവ് ഓൾ ദീസ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ബൗണ്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സ്ഡ് വോളിയൂംസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഹാവിങ് എ നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റി. അപ്പോൾ ഈ സോളിഡ്സിൻ്റെയൊക്കെ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തോ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ്. ആ ഗ്യാസൊക്കെ എന്താണ്, ഒരു സിലിണ്ടറിനകത്ത് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് അത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്യാസിനെയാണ് നമുക്ക് അങ്ങനെ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ മനസ്സിലായി എന്ന് വെച്ചാൽ എവറിത്തിങ്, അതായത് ഈ 4 സാധനങ്ങൾ, പെന്ന്, ബുക്ക്, അതുപോലെ തന്നെ ഒരു നീഡിലുണ്ടായിരുന്നു, പിന്നെ ഒരു പീസ് ഓഫ് വുഡൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എന്തുണ്ട്, ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ബൗണ്ടറീസ് ആസ് വെൽ ആസ് എ ഫിക്സ്ഡ് വോളിയം ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ എന്ത് സംഭവിക്കും, ഹാമർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴോ. നമുക്കറിയാം ബുക്ക് എന്താ നമ്മൾ ചീന്തിയാൽ, അതായത് വെൻ ഇറ്റ് ഈസ് ടോൺ ഇറ്റ് ഈസ് പുൾഡ്, അതായത് അതെന്ത് ചെയ്യും, അത് കീറിപ്പോകും, ടോൺ ആവും, അതായത് അത് കീറിപ്പോകും. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഒരു പെന്നോ അല്ലെങ്കിൽ പീസ് ഓഫ് വുഡൻ ബ്ലോക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഹാമർ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സോളിഡ്സുകളൊക്കെ എന്തില്ല, അവർക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് വേറൊരു സ്റ്റേറ്റോ അല്ലെങ്കിൽ വേറൊരു മാറ്ററിലേക്ക് ഇൻ്റർമിക്സ് ചെയ്യാൻ പറ്റില്ല ആരുടെയും സഹായം ഇല്ലാതെ. അപ്പം അതെന്താണ്, നോൺ ഡിഫ്യൂസിബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നെഗ്ലിജിബിൾ ആണ് എന്ത്, അതിൻ്റെ കംപ്രസിബിലിറ്റി, അതിന് നമുക്ക് കയ്യിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തോ ഒതുക്കാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. Then solids have to maintain their shape when subjected to outward force. അപ്പോൾ അവയ്ക്ക് എന്താ, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അതേ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോളിഡ്സ് മേ ബ്രേക്ക് അണ്ടർ ദ ഫോഴ്സ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദെയർ ഷേപ്പ്, സോ ദേ ആർ റിജിഡ്. അപ്പോൾ അവയ്ക്ക് വേണമെങ്കിൽ ബ്രേക്ക് കുറേയൊക്കെ ഫോഴ്സ് കൊടുത്താൽ നമുക്കറിയാം ഒരു സാധനം ബ്രേക്ക് ആവും, പക്ഷേ എന്താ ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സോളിഡ്സ് ആർ റിജിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി വേറെ കാര്യങ്ങളെന്ന് പറയുന്നത്, വാട്ട് അബൌട്ട് എ റബ്ബർ ബാൻഡ്, ക്യാൻ ഇറ്റ് ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് ഓൺ സ്ട്രെച്ചിങ്. ഒരു റബ്ബർ ബാൻഡിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഈസ് ഇറ്റ് എ സോളിഡ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. പിന്നെ വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വാട്ട് അബൌട്ട് ദ ഷുഗർ ആൻഡ് സോൾട്ട് വെൻ കെപ്റ്റ് ഇൻ ദ ഡിഫറെൻറ്റ് ജാർസ്, ദീസ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ ജാർ, ആർ ദേ സോളിഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷുഗറോ അല്ലെങ്കിൽ സോൾട്ടോ അല്ലെങ്കിൽ വേറെ എന്തോ ആവട്ടെ, വീട്ടിലുള്ള കടലയോ അല്ലെങ്കിൽ പരിപ്പോ അങ്ങനത്തെ എന്തും നമ്മൾ ഒരു ജാറിനകത്തിട്ട് വെച്ചാൽ എന്ത് ചെയ്യും,
ആ ജാറിൻ്റെ ഷേപ്പ് അത് ഒക്കുപ്പൈ ചെയ്യും. ഓക്കെ, അവയൊക്കെ സോളിഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് അബൌട്ട് എ സ്പോഞ്ച്, ഈസ് ഇറ്റ് എ സോളിഡ് യെറ്റ് ഇറ്റ് വി ഹാവ് ടു കംപ്രസ് ഇറ്റ്, വൈ? അപ്പോൾ എന്താണ് ഒരു സോളിഡാണ് സ്പോഞ്ച് എന്ന് പറയുന്നത്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും, നമ്മളെ കയ്യിലേക്ക് ഒതുങ്ങാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കംപ്രസിബിൾ ആണെന്നും അതുപോലെ അത് സോളിഡ് ആണെന്ന് പറയാൻ കാരണം? അപ്പോൾ എന്താണ് അത് കംപ്രസ് ചെയ്യാൻ റീസൺ എന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ NCERT തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഈസ് നമ്മൾ പറഞ്ഞത് റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് റീഗെയിൻ ചെയ്യുന്ന ഷേപ്പ്, അപ്പോൾ അത് സോളിഡ് ആണെന്ന് ചോദിക്കുക. അപ്പോൾ എ റബ്ബർ ബാൻഡ് ചേഞ്ചസ് ഷേപ്പ് അണ്ടർ ഫോഴ്സ് ആൻഡ് റീഗെയിൻസ് ദ സെയിം ഷേപ്പ് വെൻ ദ ഫോഴ്സ് ഇസ് റിമൂവ്ഡ്, ഇഫ് എക്സസീവ് ഫോഴ്സസ് അപ്ലൈ ഇറ്റ് ബ്രേക്സ്. അപ്പം അതെന്ത് ചെയ്യുക, എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിനെന്തെങ്കിലും ഒരു കപ്പാസിറ്റി ഉണ്ട്, എന്ത് ആ റബ്ബർ ബാൻഡ് വലിച്ച് നീട്ടിയാൽ അതെന്ത് ചെയ്യും, അവയുടെ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് മാറും. അതിനുശേഷം അത് കുറേ ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമുക്കറിയാം, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. ദെൻ ഇഫ് എക്സസീവ് ഫോഴ്സസ് അപ്ലൈഡ് ദെൻ ഇറ്റ് ബ്രേക്സ്. അപ്പോൾ അടുത്ത കാര്യം എന്താണ് എബൌട്ട് ദ ഷുഗർ ആൻഡ് സോൾട്ടിൻ്റെ കെപ്റ്റിൻ്റെ കണ്ടെയ്നറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ദ ഷേപ്പ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഷുഗർ ഓർ സോൾട്ട് ക്രിസ്റ്റൽ റിമൈൻ ഫിക്സ്ഡ്. അപ്പോൾ ഓരോ സോൾട്ട് ക്രിസ്റ്റലും, അതായത് ഓരോ ഷുഗർ പാർട്ടിക്കിൾസൊക്കെ എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആണ്. പക്ഷേ ഏത് ജാറിലാണ് ഇട്ടിരിക്കുന്നത് ആ ജാറിൻ്റെ ഷേപ്പ് അത് ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ജാറിൻ്റെ ഷേപ്പ് അത് ഒക്കുപ്പൈ ചെയ്യും. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് സ്പോഞ്ച് അറിയാം ഒരു സോളിഡ് ആണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അത് കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്പോഞ്ച് കംപ്രസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ദിസ് ഈസ് ദ ആൻസർ. അതായത് സ്പോഞ്ചിനകത്ത് എന്തുണ്ട്, ഒരുപാട് മൈന്യൂട്ട് ഹോൾസ് ഉണ്ട്. ആ മൈന്യൂട്ട് ഹോൾസിൽ എന്താ ചെയ്യുന്നുണ്ട്, ഈ എയർ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് നിൽക്കുക. അപ്പോൾ എയർ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, അതായത് സ്പോഞ്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ എയറൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് എക്സ്പെൽ ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് അത് കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്പോഞ്ച് ആണെങ്കിൽ അതിൽ ഒരുപാട് എന്തുണ്ട്, എയർ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കയ്യിൽ വെച്ച് കംപ്രസ് ചെയ്യുമ്പോൾ ഈ എയർ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് എക്സ്പെൽ ആകും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്കത് കംപ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി അതാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഡിസ്കസ് ചെയ്ത കുറച്ച് ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റിയും പിന്നെ കുറച്ച് റീസണബിൾ ക്വസ്റ്റ്യൻസും. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കളക്ട് ദ ഫോളോയിങ്. ഇതിന് വേണ്ടി നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുന്നത് വാട്ടർ കളക്ട് ചെയ്യണം, കുക്കിംഗ് ഓയിലുണ്ട്, മിൽക്ക് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ആൻഡ് കോൾഡ് ഡ്രിങ്ക്, ഏതെങ്കിലും കോൾഡ് ഡ്രിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആക്ടിവിറ്റി വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് വിചാരിച്ച് വീട്ടിലിങ്ങനെ ഒക്കെ ഈ ആക്ടിവിറ്റി ചെയ്ത് വൃത്തിയേടാക്കരുത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദാറ്റ് ഇങ്ങനെ ഒരുപാട് ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സ് എടുക്കുക. അതിലൊക്കെ എന്ത് വേണം, 50 ml മാർക്കിങ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ കണ്ടെയ്നേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ്, പുട്ട് എ 50 ml മാർക്ക് ഓൺ ദീസ് കണ്ടെയ്നേഴ്സ് യൂസിങ് എ മെഷറിംഗ് സിലിണ്ടർ ഫ്രം ദ ലബോറട്ടറി. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ലിക്വിഡ്സ് ആർ സ്പ്ലിറ്റ് ഓൺ ദ ഫ്ലോർ? അപ്പോൾ ലിക്വിഡ്സ് ഒക്കെ താഴെ വീണാൽ എന്താ സംഭവിക്കുക? പിന്നെ വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മെഷർ the 50 ml of one liquid and measure into the different containers one by one. Does the volume remain the same? അപ്പോൾ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സിൽ 50 ml മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ നമ്മൾ കുറച്ച് ലിക്വിഡ് എടുത്ത് 50 ml മാർക്ക് ചെയ്തിട്ട് വേറൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് നോക്കിയിട്ട് ഈ രണ്ട് ഇതും സെയിം ആണോ നോക്കുക, അതായത് ഈ വോളിയൂംസ് സെയിം ആണെന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈസ് ദാറ്റ് ഡസ് ദ ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് റിമൈൻ ദ സെയിം? അപ്പോൾ ലിക്വിഡിൻ്റെ ഷേപ്പ് ഒരുപോലെ റിമൈൻ ചെയ്യുമോ? പിന്നെ ക്വസ്റ്റ്യൻ വെൻ യു പോർ ദി ലിക്വിഡ് ഫ്രം വൺ കണ്ടെയ്നർ ടു അനദർ ഡസ് ഇറ്റ് ഫ്ലോ ഈസിലി? ഒരു കണ്ടെയ്നറിൽ നിന്ന് വേറെ കണ്ടെയ്നറിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുമ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ നമുക്കറിയാം, സ്പ്ലിറ്റ് ചെയ്താൽ, അതായത് നമ്മൾ തറയിൽ ഈ ലിക്വിഡോ അല്ലെങ്കിൽ ജ്യൂസോ ഓയിലോ അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക് ഒക്കെ വീണെന്ത് ചെയ്യും, അത് തറയിൽ സ്പ്ലിറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എന്താ, ദേ ഹാവ് ദി എബിലിറ്റി ടു ഫ്ലോ. സോ ദേ ഹാവ് ദി എബിലിറ്റി ടു ഫ്ലോ. അപ്പോൾ ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ആർക്കുണ്ട്, ലിക്വിഡ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. പിന്നെന്താ, നമ്മൾ 50 ml മാർക്ക് ചെയ്ത കണ്ടെയ്നറിന് കുറച്ച് ലിക്വിഡ് ഇട്ടിട്ട് വേറെ കണ്ടെയ്നറിലേക്ക് 50 ml തന്നെ ഒഴിച്ചു. അത് ഡിഫറെൻറ്റ് ഷേപ്പ് ആവണം, പക്ഷെ എന്താണ്, സെയിം ആണ് അവരുടെ വോളിയം ആഫ്റ്റർ ട്രാൻസ്ഫറിങ് ദ ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സ്. അപ്പോൾ അത് നമുക്ക് ഇൻഫറൻസ് ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ എന്തായാലും ചെയ്ത് നോക്കണം. പിന്നെന്ന് വെച്ചാൽ ലിക്വിഡ് ഏത് കണ്ടെയ്നേഴ്സിലിട്ടാലും ആ കണ്ടെയ്നറിലെ ഷേപ്പ് ഒക്കുപ്പൈ ചെയ്യും, അതാണ് ലിക്വിഡ്. സോ ദ ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് റിമൈൻ ദ സെയിം. ഓക്കെ, then what happens, I mean when you pour the liquid from one container to another does it flow? Of course, അതായത് ഒരു കണ്ടെയ്നറിൽ നിന്ന് വേറൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ലിക്വിഡ് ഒഴിക്കുമ്പോൾ അത് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, വീട്ടിലൊരു വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു പാത്രത്തിലായിരിക്കും വെള്ളം തിളപ്പിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യും, ജഗ്ഗിലോ അല്ലെങ്കിൽ വേറെ എന്തിലേക്ക് വാട്ടർ നമ്മൾ പോർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ വീട്ടിലെ അമ്മ ആരെങ്കിലുമൊക്കെ പോർ ചെയ്ത് വെക്കും. അപ്പോൾ എന്തുണ്ടാവുന്നത്, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് ദ ലിക്വിഡ്സ് ഹാവ് ദ എബിലിറ്റി ടു ഫ്ലോ.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വി ഒബ്സർവ് ദാറ്റ് ദ ലിക്വിഡ്സ് ഹാവ് നോ ഫിക്സ്ഡ് ഷേപ്പ് ബട്ട് ഹാവ് എ ഫിക്സ്ഡ് വോളിയം ഉണ്ട്. ദേ ടേക്കൺ അപ്പ് ബൈ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ കെപ്റ്റ്. അപ്പോൾ ലിക്വിഡിന് എന്തില്ല, അവർക്ക് ഷേപ്പ് ഇല്ല, പക്ഷേ എന്തുണ്ട്, അവർക്ക് ഫിക്സ്ഡ് വോളിയം ഉണ്ട്. പക്ഷേ അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് അവ ഏത് കണ്ടെയ്നറിലാണ് ഓക്കുപ്പൈ ചെയ്യുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ്. ഓക്കെ, സോ റെഫർ ടു ദ ആക്ടിവിറ്റി 1.4 ആൻഡ് 1.5 വേർ വി സോ ദാറ്റ് ദ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ക്യാൻ ഡിഫ്യൂസ് ഇൻ ടു ദ ലിക്വിഡ്സ്. സോ ഈ ആക്ടിവിറ്റീസൊക്കെ മനസ്സിലായി. ഇത് സോളിഡ്സിന് ആൻഡ് ലിക്വിഡ് ക്യാൻ ഡിഫ്യൂസ് ഇൻ ടു ലിക്വിഡ്സ്. അപ്പോൾ സോളിഡ്സും ലിക്വിഡ്സിന് എന്ത് പറ്റും, ലിക്വിഡിനകത്ത് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിക്വിഡിനകത്ത് നമുക്കറിയാം ഈ ചായപ്പൊടി എന്ന് പറയുന്നത് ചായപ്പൊടി എന്താണ്, ഒരു സോളിഡാണ്. അതെന്ത് ചെയ്യും, ഈ വാട്ടറിൽ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് നമുക്ക് ചായ ഉണ്ടാവുന്നത്. അതുപോലെ ലിക്വിഡിൽ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്ക്വാഷ്, നമ്മുടെ വീട്ടിലുള്ള സ്ക്വാഷ്, അപ്പോൾ സ്ക്വാഷ് എന്ത് ചെയ്യും, ലിക്വിഡാണ്. ആ ലിക്വിഡ് എന്ത് ചെയ്യും, ഒരു വാട്ടറിൽ ഇങ്ങനെ മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുക, സ്ക്വാഷിൻ്റെ വെള്ളം കിട്ടുള്ളൂ, സ്ക്വാഷ് വാട്ടർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡ് എന്ത് ചെയ്യും, വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ലെമൺ വാട്ടർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ലെമണേഡ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താണ്, ലിക്വിഡ് ടു ലിക്വിഡ് ഡിഫ്യൂഷനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ നൗ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് all living creatures need to breathe for the survival. അപ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യണം, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. The aquatic animals can breathe under water due to the presence of dissolved oxygen in water. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, ഇവരൊക്കെ വെള്ളം കുടിച്ചിട്ട് ശ്വാസം മുട്ടി മരിച്ചു പോയില്ലേ, ചത്തുപോയില്ലേ, ആര്, ഈ ഫിഷൊക്കെ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് എവിടെ നിന്നാണ് ഓക്സിജൻ കിട്ടുന്നത്? കാരണം അവയുടെ അക്വാട്ടിക് വാട്ടറിൽ ആര് ഡിസോൾവ് ആയിട്ടുണ്ട്, ഓക്സിജൻ, അതായത് ഓക്സിജൻ ഡിസോൾവ് ആയിട്ടുണ്ട്. ഈ ഓക്സിജനാണ് അവരെന്ത് ചെയ്യുക, അവർക്ക് ശ്വസിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. Thus we conclude that the solids, liquids and gases can diffuse into liquids. അപ്പോൾ എന്ത് മനസ്സിലായി, സോളിഡ്സിനും ലിക്വിഡ്സിനും ഗ്യാസസിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുക, ലിക്വിഡ്സിനകത്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ, സോളിഡ്സ് ആൻഡ് ലിക്വിഡിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ചായ ഉണ്ടാക്കുന്ന കാര്യം. ലിക്വിഡ് ടു ലിക്വിഡ് പറഞ്ഞു, ലെമൺ വാട്ടർ അല്ലെങ്കിൽ സ്കോഷ് വാട്ടർ ഉണ്ടാക്കുന്ന കാര്യം. ഗ്യാസ് ടു ലിക്വിഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എന്ത്, സർവൈവൽ ഓഫ് അക്വാട്ടിക് ആയിട്ടുള്ള ഫിഷസിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ അക്വാട്ടിക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. അപ്പോൾ എന്താണ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ്സിൻ്റെ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ്സിൻ്റെ ഡിഫ്യൂഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ സോളിഡ്. കാരണം ലിക്വിഡ്സിൻ്റെ ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ദ പാർട്ടിക്കിൾസ് മൂവ് ഫ്രീലി ആൻഡ് ഹാവ് ഗ്രേറ്റർ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ അതർ ആസ് കമ്പയർ ടു ദ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. നമുക്കറിയാം സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്, ക്ലോസ് പാക്ഡ് ആണ് എന്ത്, ഓരോ പാർട്ടിക്കിൾസും. ദിസ് ഇസ് സോളിഡ് സ്റ്റേറ്റ്. ബട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ എന്താണ്, കുറച്ചും കൂടെ വിട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ടാവും, ഇന്റർ മോളിക്കുലർ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ദിസ് ഇസ് എ ലിക്വിഡ് സ്റ്റേറ്റ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഡിഫ്യൂഷൻ ഈസ് ഗ്രേറ്റർ ഇൻ ലിക്വിഡ് എന്ന് പറയാൻ കാരണം. ലിക്വിഡിലാണ് ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുക കമ്പയർ ടു ദാറ്റ് ഓഫ് സോളിഡ്, ബിക്കോസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ദ പാർട്ടിക്കിൾസ് ആർ അപ്പാർട്ട് ഓർ ഹാവിങ് എ ഗ്രേറ്റർ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ലിക്വിഡിലാണ് കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നത്, കാരണം ലിക്വിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് ഇന്റർ മോളിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഗ്രേറ്റർ സ്പേസുകളുണ്ട്. അതുകൊണ്ടാണ് ഡിഫ്യൂഷൻ ഈസ് ഫാസ്റ്റർ ഇൻ ലിക്വിഡ് ദാൻ ഇൻ സോളിഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളിഡ് സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്തു, ലിക്വിഡ് സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഹാവ് യു എവർ ഒബ്സർവ്ഡ് എ ബലൂൺ സെല്ലർ ഫില്ലിങ് എ ലാർജ് നമ്പർ ഓഫ് ബലൂൺ ഫ്രം എ സിംഗിൾ സിലിണ്ടർ ഓഫ് ഗ്യാസ്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യും, ബലൂണൊക്കെ ഊതിയിട്ടായിരിക്കും വീർപ്പിക്കുക. പക്ഷേ ഒരു ബലൂൺ വെക്കുന്ന ആളെന്ത് ചെയ്യും, അയാൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടാകും, ഒരു സിലിണ്ടർ ഉണ്ടാകും. ആ സിലിണ്ടറിനകത്ത് പ്രഷർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ബലൂൺ വീർപ്പിക്കുന്നത്. ആൻഡ് എൻക്വയർ ഫ്രം ഹിം ഹൗ മെനി ബലൂൺസ് ഈസ് ഏബിൾ ടു ഫിൽ ഫ്രം വൺ സിലിണ്ടർ. അപ്പോൾ നിങ്ങൾ എപ്പോഴേലും ബലൂൺകാരനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം, എത്രത്തോളം ഇങ്ങനത്തെ ബലൂൺ ഫില്ല് ചെയ്യാൻ പറ്റും ഒരു സിലിണ്ടർ വെച്ചിട്ടെന്ന്. ഓക്കെ, സോ വി വിൽ ഡൂയിങ് എൻ ആക്ടിവിറ്റി, ദാറ്റ് ഈസ്, ഈ ആക്ടിവിറ്റിയിൽ നിങ്ങൾ എടുക്കേണ്ടത് വെച്ചാൽ 300 ml ആയിട്ടുള്ള സിറിഞ്ചസ് എടുക്കണം. ആൻഡ് അവയുടെ നോസിലൊക്കെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പോൾ ദിസ് ഇസ് ഇതൊരു സിലിണ്ടർ ആണെങ്കിൽ ഇതാണ് നോസിൽ. അപ്പോൾ നോസിൽ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ലീവിങ് വൺ സിറിഞ്ച് അൺടച്ച്ഡ് ഫിൽ ദ വാട്ടർ ഇൻ ദ സെക്കൻഡ് ആൻഡ് ദി പീസസ് ഓഫ് ചോക്ക് ഇൻ ദ തേർഡ്. അപ്പോൾ ഒരു സിലിണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യാൻ പാടില്ല, അൺടച്ച്ഡ് ആയിരിക്കണം. രണ്ടാമത്തെ സിലിണ്ടറിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്തു, മൂന്നാമത്തെ സിലിണ്ടറിൽ ചോക്ക് പൗഡർ ആഡ് ചെയ്തു. ഓക്കെ, ഇൻസേർട്ട് ദ പിസ്റ്റൻസ് ബാക്ക് ഇൻ ടു ദി സിറിഞ്ച്. ആ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ നമ്മൾ പുഷ് ചെയ്യില്ല, ആ പ്രഷർ കൊടുക്കുന്ന സാധനത്തെയാണ് നമ്മൾ പിസ്റ്റൺ എന്ന് പറയുന്നത്. ആ പിസ്റ്റണിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ അപ്ലൈ ചെയ്യണം. ആൻഡ് യു മേ അപ്ലൈ സം വാസ്ലിൻ ഇൻ ടു ദ പിസ്റ്റൻസ് ബിഫോർ ഇൻസേർട്ടിങ് ദം ഇൻ ടു ദ സിറിഞ്ചസ് ഫോർ ദ സ്മൂത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ പിസ്റ്റൺ ഓക്കുപൈ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ പിസ്റ്റൺ വെക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ
അവിടെ വാസലിന് കോട്ട് ചെയ്യണം, ഉള്ളിൽ വാസലിൻ കോട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഒരു സ്മൂത്ത് ആയിട്ടുള്ള മൂവ് ചെയ്യാൻ പറ്റുള്ളൂ പിസ്റ്റൺ. ഓക്കെ, നൗ ട്രൈ ടു കംപ്രസ് ദ കണ്ടന്റ് ബൈ പുഷിംഗ് ദ പിസ്റ്റൺ ഇൻ ഈച്ച് സിറിഞ്ച്. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ സിറിഞ്ചും ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം. എന്നിട്ട് 3 സിറിഞ്ചിൽ നമുക്കറിയാം, ഒന്ന് അൺടച്ച്ഡ് ആണ്, ഒന്ന് വാട്ടറാണ്, ഒന്ന് എന്ന് പറയുമ്പോൾ ചോക്ക് പൗഡറാണ്. എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്സർവേഷന്? അപ്പം ഏത് സിറിഞ്ചാണോ അൺടച്ച്ഡ് ആയിട്ട്, അതായത് ഒന്നും ഇല്ലാത്ത സിറിഞ്ച് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ വീട്ടിൽ സിറിഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിസ്റ്റൺ വലിച്ച് നോക്കി പ്രഷർ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈസി ആയിട്ട് എന്ത് ചെയ്യും, അത് പോകും. കാരണം അതിനകത്ത് ആരിയ്ക്കുന്നുണ്ട്, എയറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അൺടച്ച്ഡ് ആയിട്ടുള്ള സിറിഞ്ചിനകത്ത് ആരുണ്ട്, എയർ ഉണ്ട്. അപ്പോൾ എയർ എന്താ, കുറച്ചും കൂടെ കംപ്രസിബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പിസ്റ്റൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് ദ വാട്ടർ. വാട്ടർ ആകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിരിക്കും പിസ്റ്റൺ അപ്ലൈ ചെയ്യാൻ. കാരണം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ചോക്കിൽ നമ്മൾ ഗ്രേറ്റർ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് കംപ്രസ് ആവൂല എന്നാലും. കാരണം സോളിഡ് എന്താണ്, ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ. സോ ദ ലിക്വിഡ് ഈസ് compressible and solid is incompressible. ഓക്കെ, വാട്ട് കേസ് ഓഫ് ഗ്യാസ് ഈസ് ഹൈലി കംപ്രസിബിൾ. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാവുന്നത്, ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീൻ്റെയും ഇൻഫറൻസ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ മൂവിങ് ഓൺ ടു സം മാറ്റേഴ്സ്. ഓക്കെ, what we observed that the gases are highly compressible as compared to solids and liquids. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്യാസിനാണ് എന്ത് കംപ്രസിബിലിറ്റി കൂടുതൽ അറ്റ് കമ്പയർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്രസിബിലിറ്റി ഓർഡറാണിത്. എന്ത്, ഗ്യാസസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ഗ്രേറ്റർ ദാൻ സോളിഡ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ LPG ഗ്യാസ്, LPG എന്ന് പറയുമ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നിങ്ങൾ വീട്ടിൽ കുക്കിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് LPG ഗ്യാസാണ്. അപ്പോൾ അതൊക്കെ എന്തിലാണ്, ഒരു സിലിണ്ടറിലാണ് കിട്ടുക അല്ലേ, നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേ പിന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ നൗ ഡേയ്സ് അതിൻ്റെ ഒക്കെ വെഹിക്കിൾസിന് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, CNG എന്ന് പറയും. ആൻഡ് ഡ്യൂ ടു ഇറ്റ്സ് എ ഹൈ കംപ്രസിബിലിറ്റി ദ ലാർജ് വോളിയം ഓഫ് എ ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് ഇൻ എ സ്മോൾ സിലിണ്ടർ ആൻഡ് ട്രാൻസ്പോർട്ടഡ് ഈസിലി. അപ്പോൾ ഗ്യാസ് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ സിലിണ്ടറിലൊക്കെ കാണാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ ലാർജ് എമൗണ്ട് ഓഫ് അതിന് നല്ലോണം രീതിയിൽ കംപ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റുക, സിലിണ്ടേഴ്സിലേക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. ഓക്കെ, വിചാരിക്കണം ദാറ്റ് ഈസ് LPG, വാട്ട് ഈസ് ദ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്യാസിലുള്ളതും. അതുപോലെ തന്നെ CNG എന്ന് പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അത് ഫ്യൂലായിട്ടും ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ള കാര്യം ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്താലോ ഒക്കെ നിങ്ങൾക്കറിയാം ദൂരെയുള്ള സ്ഥലത്ത് വരെ സ്മെല്ലെത്തും. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി ഈ ഒരു പോയിന്റ് നമ്മൾ ഇൻഡെക്സ് ക്വസ്റ്റിന് ലാസ്റ്റ് പാർട്ടിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റിന് ഡിസ്കസ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ ദ സ്മെൽ ഓഫ് ഹോട്ട് കുക്ക്ഡ് ഫുഡ് ഫാദർ റീച്ചസ് അസ് ഇൻ സെക്കൻഡ്സ്. അപ്പോൾ ഹോട്ട് കുക്ക്ഡ് ഫുഡിൻ്റെ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, കമ്പയർ ദിസ് വിത്ത് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. അപ്പോൾ സോളിഡ്സും ലിക്വിഡ്സിൻ്റെയും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. Due to high speed of particles and large spaces in between them, the gases shows the property of diffusing very fast into other gases. അപ്പോൾ അതിൻ്റെ ഹൈ ആയിട്ടുള്ള ഡിഫ്യൂഷനും അതുപോലെ തന്നെ അതിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കാരണമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെത്തുന്നത്, നമ്മുടെ മൂക്കിൽ അതിൻ്റെ ഏത് ഫുഡാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ സ്മെല്ല് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഓരോ പാർട്ടിക്കിൾസിനും എന്തുണ്ട്, മൂവ് ചെയ്യാനുള്ള കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂട് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ സ്മെല്ല് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഒരു ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് in the gaseous state, the particles move about randomly at high speed. Due to this random movement, the particles hit each other and also the walls of the container. This pressure exerted by the gas is because of this force exerted by gas per unit area on the walls of a container. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗ്യാസസ് സ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൻ്റെ ഫുള്ള് ഗ്യാസാണ്. അപ്പോൾ ഗ്യാസസ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യും, ഈ പാർട്ടിക്കിൾസ് ഒക്കെ റാൻഡമായിട്ട് മൂവ് ചെയ്യുക. കാരണം അതിനെന്താ, ഇൻ്റർ പാർട്ടിക്കുലർ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ പറ്റുകൊണ്ട് ഈ വാളിൻ്റെ മുകളിൽ ഇങ്ങനെ ഹിറ്റ്
ചെയ്തുകൊണ്ടിരിക്കും. ഈ ഓരോ പാർട്ടിക്കിൾസ് വോൾസിൻ്റെ മുകളിൽ ഹിറ്റ് ചെയ്യും കണ്ടെയ്നറിൻ്റെ. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രഷർ എക്സെർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് പ്രഷറാണ്. കാരണം പ്രഷർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ഈ വോളിൻ്റെ മുകളിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ വോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി വിൽ ബി ഡിസ്കസിങ് സം ഫ്യൂ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് അബൌട്ട് 4 ക്വസ്റ്റ്യൻസ് ആർ ദർ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ആൻസേഴ്സൊക്കെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. So this is that first question, that is index question 1. The mass per unit volume of a substance is called density. അപ്പോൾ density എന്ന് പറയുന്നത് mass per unit volume ആണ്. So arrange the following in order of increasing density, that is first one is the exhaust from the chimneys. First one is, this is not sir, this is air, I'm sorry. അപ്പോൾ air, exhaust from chimneys, honey, water, chalk, cotton and iron. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഡെൻസിറ്റീനെ അറേഞ്ച് ചെയ്യണം. സോ അയൺ നമുക്കറിയാം കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള മാസാണ്, അപ്പോൾ അതിൻ്റെ ആയിരിക്കും കൂടുതലായിട്ടുള്ള ഡെൻസിറ്റി. പിന്നെ ചോക്ക്, അതിനുശേഷം ഹണി, വാട്ടർ, കോട്ടൺ, ചിമ്നീൻ്റെ എക്സോസ്റ്റ്, അതുപോലെ തന്നെ എയർ. ഇതാണ് അതിൻ്റെ ഇൻക്രീസിങ് ഡെൻസിറ്റി ഓർഡർ. അപ്പോൾ ഡെൻസിറ്റി നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും മാസ് ബൈ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡെൻസിറ്റി നോക്കുക. പക്ഷേ ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്കറിയാം, ഒരു വെയിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ ഒരു ഡെൻസിറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, now we will be discussing, that is tabulate the differences in the characteristic of matter and comment upon the following. Rigidity എന്താണെന്നും, compressibility എന്താണെന്നും, fluidity, filling of a gas in a container, shape എന്താണെന്നും, kinetic energy എന്താണെന്നും, density എന്താണെന്നൊക്കെ നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഡിഫറൻസസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ദ ഡിഫറൻസസ് ഓഫ് ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മളുടെ അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും. അപ്പോൾ അതും എങ്ങനെയാണ് ബാക്കിയുള്ള മാറ്റേഴ്സായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ദ ഫിക്സ്ഡ് ഷേപ്പ്. ഷേപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഷേപ്പ് ഈസ് ഫിക്സ്ഡ് ഫോർ സോളിഡ് ആൻഡ് ഫിക്സ്ഡ് ഷേപ്പ് ഫോർ ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ആൻഡ് ഇൻ കേസ് ഓഫ് വോളിയം, ദ സോളിഡ് ആൻഡ് ലിക്വിഡ്സ് ഹാവ് ദ സെയിം വോളിയം, ബട്ട് ഇൻ കേസ് ഓഫ് ഗ്യാസ് ദർ ഈസ് നോ ഫിക്സ്ഡ് വോളിയം. ആൻഡ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറച്ചും കൂടെ സ്പേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരുമിച്ച്. നമുക്കറിയാം മാക്സിമം ഇൻ കേസ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡിൽ കുറവായിരിക്കും, പിന്നെ ഗ്യാസസ് ഈസ് വെരി ലെസ്. അപ്പോൾ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോളിഡ് ഹാർഡ് അല്ലേ, അപ്പോൾ ലിക്വിഡ് കുറച്ചും കൂടെ ലൈറ്റ് അല്ലേ, പിന്നെ ഗ്യാസസ് ആണെങ്കിൽ വെരി ലൈറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. സോ വാട്ട് അബൌട്ട് ദി ഇൻ്റർമോളിക്കുലർ സ്പേസ്? അപ്പോൾ ഇൻ്റർമോളിക്കുലർ സ്പേസ് ഇസ് വെരി ലെസ് ഇൻ സോളിഡ് ആൻഡ് മോർ ദാൻ ഇൻ ലിക്വിഡ്സ് ആൻഡ് മാക്സിമം ഇൻ ഗ്യാസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. വാട്ട് ഇസ് റിജിഡിറ്റി ആൻഡ് ഫ്ലൂയിഡിറ്റി? അപ്പോൾ റിജിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിളിന് അതുപോലെ നിൽക്കാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ റിജിഡിറ്റി എന്ന് പറയുക. എക്സാമ്പിൾ റിജിഡിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോളിഡ്സിൻ്റെ കേസിലാണ്. വാട്ട് അബൌട്ട് ഫ്ലൂയിഡിറ്റി? ഫ്ലൂയിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിന് ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി എന്ന് പറയാം. അപ്പോൾ solids are rigid, it cannot flow. Liquids are not rigid, but it can flow, and gases are also not rigid, it can flow. Then what about compressibility? Compressibility നമുക്കറിയാം, ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഒതുക്കാനുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒതുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ compressibility എന്ന് പറയാം. സോ compressibility is negligible in case of solid and compressible in case of liquid, and gases are highly compressible. എക്സാമ്പിൾ എന്തായിരുന്നു? യെസ്, LPG, liquefied petroleum gas, as well as CNG, അതായത് CNG, ഓക്കെ, compressed natural gas. ഓക്കെ, now we will be discussing some few terms, that is rigidity. നമ്മൾ പറഞ്ഞു, ഒരു റിജിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് ആ ഒരു ഷേപ്പ് തന്നെ നിൽക്കാനുള്ള എബിലിറ്റിയാണ്. സോ ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ടു കണ്ടിന്യൂ ടു റിമൈൻ ഇൻ ഇറ്റ്സ് ഷേപ്പ് വെൻ എനർജി ഈസ് പ്രസ്ഡ് ഓർ എനർജി ഈസ് അപ്ലൈഡ് വിത്ത് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, then what about, this is not pressed, applied. ഓക്കെ, compressibility എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ സ്പോഞ്ച് കംപ്രസ് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ദ പ്രോപ്പർട്ടി ഓഫ് ദ മാറ്റർ ഇൻ വിച്ച് ദ വോളിയം ഇസ് ഡിക്രീസ്ഡ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. സോ സ്പോഞ്ചിനെ നമ്മൾ കംപ്രസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു മാറ്ററിനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒരു വോളിയത്തിലേക്ക് ആക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഫ്ലൂയിഡിറ്റി? ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകാനുള്ള ഒരു പ്രോപ്പർട്ടി. സോ ദ എബിലിറ്റി ഓഫ് ദ മാറ്റർ ടു ഫ്ലോ ആൻഡ് ഫില്ലിംഗ് ഓഫ് എ ഗ്യാസ് കണ്ടെയ്നർ. അപ്പോൾ ഒരു ഗ്യാസ് കണ്ടെയ്നർ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ആ ഗ്യാസ് എന്ത് ചെയ്യും? ആ ഒരു ഷേപ്പ്, കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ഒക്കുപ്പൈ ചെയ്യും. ദെൻ വാട്ട് അബൌട്ട് ഷേപ്പ്? ഷേപ്പ് ഇസ് ഹാവിങ് ഡിഫറെൻറ്റ് ബൗണ്ടറീസ്. അപ്പോൾ ഷേപ്പ് വെച്ചാൽ ഒരുപാട് ബൗണ്ടറീസ് ഉണ്ടെന്ന് അർത്ഥം. ദെൻ വാട്ട് അബൌട്ട് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ പാർട്ടിക്കിൾസ് ഡ്യൂ ടു മോഷൻ. അപ്പോൾ മോഷനിൽ നിൽക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ എനർജീനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിലുള്ള ആക്ടിവിറ്റീസിൽ ഇത് കൈനറ്റിക് എനർജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ദെൻ വാട്ട് അബൌട്ട് ഡെൻസിറ്റി? ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് മാസ് ബൈ വോളിയം. ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, now you have to give reasons. Okay, give reasons, that is
എ ഗ്യാസ് ഫിൽസ് കംപ്ലീറ്റ്ലി ദ വെസൽ ഇൻ വിച്ച് ഇറ്റ് ഇസ് കെപ്റ്റ്. അപ്പോൾ ഗ്യാസ് ഒരു വെസൽ മൊത്തം കെപ്റ്റ് ചെയ്തതിൽ കംപ്ലീറ്റ്ലി അത് ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ why the force of attraction between the particles of gas is negligible. Because of this, particles of gas move in all directions, thus filling the complete the gas in which it is kept. അപ്പോൾ ഗ്യാസ് മൊത്തം ഫില്ല് ആവാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ, ഓരോ പാർട്ടിക്കിൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യും, എല്ലായിടത്തേക്കും അത് ഡിറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്യാസ് മൊത്തം ആ ഒരു കണ്ടെയ്നർ ഫില്ലാവുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ഓൺ ടു a next question, that is B. A gas exerts pressure on a wall of a container. അപ്പോൾ ഗ്യാസ് ഒരു വാൾ ഓഫ് കണ്ടെയ്നറിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ദിസ് ഇസ് എ ഒരു കണ്ടെയ്നർ, അതിനകത്ത് എന്തുണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് എന്ത് ചെയ്യും, റാൻഡമായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് കണ്ട് അവസാനം ഇതെല്ലാം കൂടെ കൊളൈഡ് ചെയ്തിട്ട് ഈ വാളിൻ്റെ കണ്ടെയ്നറിൻ്റെ വാളിൽ പോയിട്ട് ഹിറ്റ് ചെയ്യും. അങ്ങനെ കണ്ടെയ്നറിൻ്റെ വാളിൽ പോയി ഹിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് എക്സേർട്സ് എ പ്രഷർ ഓൺ വാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഗ്യാസ് വാളിൻ്റെ മുകളിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദി എ വുഡൻ ടേബിൾ ഷുഡ് ബി കോൾഡ് എ സോളിഡ്. എന്തുകൊണ്ടാണ് ഒരു വുഡൻ ടേബിളിനെ, അപ്പോൾ ഇതൊരു ടേബിളാണെങ്കിൽ ആ ഒരു ടേബിളിനെ എന്തിനാണ് നമ്മൾ ഒരു സോളിഡ് എന്ന് പറയാൻ കാരണം ഇറ്റ് ഹാവിങ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഒന്നൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് വോളിയം. അപ്പോൾ ഫിക്സ്ഡ് വോളിയം, അപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു വുഡൻ ടേബിളിനെ നമ്മൾ സോളിഡ് ആണെന്ന് പറയാൻ കാരണം. ദെൻ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് എ next question, that is we can easily move our hand in air but not to do same thing in the solid wooden block of a wood. We need have a karate expert. Okay, അപ്പോൾ this is a funny question, that is നമുക്കറിയാം നമ്മൾ വേവ് ചെയ്യുന്നുണ്ട്, കാറ്റിലൊക്കെ നമ്മൾ വേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഒരു വുഡൻ ബ്ലോക്കിൽ ഇങ്ങനെ വേവ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഇങ്ങനെ ഓടൊക്കെ പൊട്ടിക്കുന്ന കരാട്ടെ എക്സ്പേർട്സിനൊക്കെ നിങ്ങളിങ്ങനെ ടി വിയിലും ഷോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ സഹായം വേണ്ടി വരും നമുക്ക് അങ്ങനത്തെ ഒരു വുഡൻ ബ്ലോക്കിലൂടെ ഈ കൈയൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എയറിലുണ്ട് ഒരുപാട് സ്പേസുകളുണ്ട്. അപ്പോൾ ഈ സ്പേസിലെന്ന് വെച്ചാൽ അതൊരു ഫേവറാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് സോളിഡ്സിൽ എന്താണ്, ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സോളിഡ്സിൻ്റെ കേസിൽ ഇത് എയറിൻ്റെ കേസാണ്, അപ്പോൾ ഇത് സോളിഡ്സിൻ്റെ കേസാണ്, ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അത് റിജിഡ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു വേവ് അവർ ഹാൻഡ് ത്രൂ എ സോളിഡ് വുഡൻ ബ്ലോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വേവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോ പാർട്ടിക്കിൾസും വളരെ അടുത്തടുത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ലിക്വിഡ് ഹാവ് ലോ ഡെൻസിറ്റി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സോളിഡ്സ്. അപ്പോൾ ലിക്വിഡ്സിന് ലെസ് ഡെൻസിറ്റിയാണ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സോളിഡ്സ്. ഓക്കെ, ബട്ട് you must have seen ice floating on water, find out. സോ ലിക്വിഡിന് ഡെൻസിറ്റി കുറവാണ് സോളിഡ്സിനെ കാണി നമ്മൾ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐസ് ഒരു സോളിഡാണ്, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ ബോർഡ് എക്സാമിനേഷൻ. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഐസ് ഒരു സോളിഡാണ്, അപ്പോൾ ഐസ് ഇസ് എ സോളിഡ് ആൻഡ് ഇറ്റ് ഹാസ് എന്തുണ്ട്, വേക്കൻറ്റ് സ്പേസസ് ഇൻ ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ഓരോ വാട്ടർ മോളിക്യൂൾസിനടക്കും ഐസിന് വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ട് അത് കാണുന്നതും. സോ ദ ഐസ് ഇസ് ലൈറ്റർ ദാൻ വാട്ടർ, ദസ് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ. അപ്പോൾ നമുക്കത് ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ത് ചെയ്യില്ല, എപ്പോഴും ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ത് ചെയ്യും, എപ്പോഴും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. പക്ഷേ ഡെൻസിറ്റി കൂടുതൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, താഴേക്ക് പോകും. അപ്പോൾ ഈവൻ ദോ ഐസ് ഒരു സോളിഡ് ആണെങ്കിലും അതിനകത്ത് വേക്കൻറ്റ് സ്പേസ് ഉള്ളത് കൊണ്ടാണ് അത് വാട്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി റീസണബിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിക്കൊക്കെ സാധാരണ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് പഠിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു പാർട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു എവ്രി വൺ. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസ് ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.